നിങ്ങൾ ഒരു കൊലപാതകം ചെയ്യാൻ സാധ്യതയുണ്ടോ? ശ്രദ്ധിച്ചു കേൾക്കുക. ഡിഫ്യൂഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം, അതിൻ്റെ വികേന്ദ്രീകരണം. ഒന്നുകൂടിയുണ്ട്, ഇമോഷണൽ കണ്ടേജൻ അഥവാ വൈകാരികമായ പകർച്ചവ്യാധി. തീർന്നില്ല, സോഷ്യൽ കൺഫേമിറ്റി, സാമൂഹികമായ അനുരൂപണം. ഈ പറഞ്ഞ അവസ്ഥയിൽ, സൈക്കോളജിക്കലായ ഈ അവസ്ഥയിൽ ഏതെങ്കിലും ഒന്ന്, ചിലപ്പോൾ എല്ലാം കൂടി നമ്മളിൽ ആർക്ക് വേണമെങ്കിലും വരാം. അത് വന്നാൽ നമ്മൾ പോലും അറിയാതെ ഒരു കൊലപാതകം നടത്തും. മോബ് ലിഞ്ചിങ് അഥവാ ആൾക്കൂട്ട ആക്രമണം. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ഉദാഹരണം നമുക്ക് മുന്നിലുണ്ട്. അട്ടപ്പാടിയിലെ മധു. വ്യക്തിത്വമില്ലാത്ത, മുഖമില്ലാത്ത മനുഷ്യരുടെ അക്രമം. അതിന് പിന്നിൽ ഒരു മനഃശാസ്ത്രമുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്, കൂട്ടം കൂടി ആക്രമിക്കുന്ന കൂട്ടത്തിൽ കൂടുന്നവന്റെ മനഃശാസ്ത്രം. താൻ ഭീരുവല്ല എന്ന് മേനി നടിക്കാൻ മാത്രം വന്നുകൂടി കൊലപാതകം ചെയ്യുന്നവന്റെ മനഃശാസ്ത്രം. മധുവിന് പിന്നാലെ നമ്മൾ രാംനാരായണനെയും കൊന്നിരിക്കുന്നു. കേരളത്തിലെ ഒരു കവലയിൽ അയാൾ അടിയേറ്റ് പിടഞ്ഞ് പ്രാണൻ വെടിഞ്ഞിരിക്കുന്നു. കള്ളൻ കള്ളൻ എന്ന് വിളിച്ചോടുന്ന ആൾക്കൂട്ടത്തിനൊപ്പം കൂടി ഓടുകയും കിട്ടുന്നയാളെ തല്ലുകയും ചെയ്യുന്ന കാഴ്ച സിനിമയിൽ തമാശയാണ്. പക്ഷേ കേരളത്തിലെ കവലകളിൽ ആൾക്കൂട്ട മർദ്ദനങ്ങളുടെ പേരിൽ നടക്കുന്നത് കുറ്റവാളി കൂട്ടങ്ങളുടെ കൊലവെറിയാണ്. അംഗീകരിക്കാൻ കഴിയാത്ത കൊലപാതകമാണ്. വാളയാർ അട്ടപ്പള്ളത്ത് നടന്നതും അതുതന്നെയാണ്. ഡിസംബർ 17 ബുധനാഴ്ച. അന്ന് വാളയാർ അട്ടപ്പള്ളത്ത് നിസ്സഹായനായ ഒരു മനുഷ്യൻ ചോര വാർന്നു കിടക്കുന്നു. അയാൾ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അയാൾ ഈ അവസ്ഥയിൽ ഇങ്ങനെ ചോര വാർന്ന അവശനായി കിടക്കുന്നതെന്ത്? അയാൾക്ക് എന്തു സംഭവിച്ചു? അവശനായി കിടക്കുന്ന ആ മനുഷ്യൻ ആ കവലയിലെ അക്രമികളുടെ കൈത്തരിപ്പിന്റെ ഇരയാണ്. ബംഗ്ലാദേശി സമയം ഉച്ച കഴിഞ്ഞു. കയ്യിലൊരു വടിയുമായി ഒരു മനുഷ്യൻ നടക്കുകയാണ്. എന്തൊക്കെയോ അയാൾ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. ഭാഷ പെട്ടെന്ന് മനസ്സിലാകുന്നതല്ല. നമ്മുടെ അതിഥി തൊഴിലാളികളിൽ ഒരാളാണോ? പക്ഷെ അപ്പോൾ തന്നെ ഏതാണ്ട് അക്രമാസക്തരാണ് ആ കവലയിലെ ചിലർ. ആരാണ് അയാൾ? അയാൾ എന്താണ് പറയുന്നത്? ഈ ഗ്രാമത്തിൽ അയാൾ എങ്ങനെ എത്തിപ്പെട്ടു? അട്ടപ്പള്ളം, വാളയാർ, പാലക്കാട് ജില്ല. അതിർത്തി ഗ്രാമമാണ്. ഏതാനും ചുവടുകൾ മതി തമിഴ്നാടാകും. അയാളെ ചൂണ്ടി ആരോ വിളിച്ചു പറഞ്ഞു. കുറെ നേരമായി ഇവനിങ്ങനെ നടക്കുന്നു. ഒരു ബായിയാണ്. ഒരു കള്ള ലക്ഷണമുണ്ട്. പിന്നെ വൈകിയില്ല. നാട്ടിലെ പൊതുകാര്യങ്ങളിൽ ഇടപെടുന്ന സദാചാര പോലീസ് സംഘമായി അവർ ചിലരെ കൂടി വിളിച്ചു. ആളെ കൂട്ടി. നാട്ടിലെ സ്ഥിരം ചോദ്യം ചെയ്യലുകാർ അവർ ഒത്തുകൂടി. വൈകിട്ട് 4 മണി കഴിഞ്ഞു. വാളയാർ പോലീസ് സ്റ്റേഷൻ. സർ, അട്ടപ്പള്ളത്ത് ഒരു കള്ളനെ പിടിച്ചിട്ടുണ്ട്. ചെറിയ ആക്രമണ സ്വഭാവം കാണിക്കുന്നുണ്ട്, വേഗം വരണം. സന്ദേശം ലഭിച്ച ഉടൻ പോലീസുകാരൻ നേരെ ഇൻസ്പെക്ടർക്ക് സമീപമെത്തി. വിവരം ഇൻസ്പെക്ടറെ ധരിപ്പിച്ചു. CI രാജീവ്, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, വാളയാർ. പോലീസ് സ്റ്റേഷന് മീറ്ററുകൾ മാത്രം ദൂരത്തിലാണ് അട്ടപ്പള്ളം. ദേശീയപാതയുടെ സർവീസ് റോഡിലൂടെ വാളയാർ പോലീസ് സ്ഥലത്തെത്തി. ആകെ മുഷിഞ്ഞ വേഷം.
തറയിൽ ചുരുണ്ടു കിടക്കുന്നു. ഏതോ ഭാഷയിൽ എന്തോ പുലമ്പുന്നു. പോലീസ് എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. നാട്ടുകാർ ആവർത്തിക്കുന്നുണ്ട്, കള്ളനാണ് സാർ. നാട്ടുകാർ കൂട്ടം കൂടി നിന്ന് പറയുകയല്ലേ. പോലീസ് അയാളുടെ ദേഹപരിശോധന നടത്തി. മോഷണ മുതലില്ല, സംശയമുള്ള വസ്തുക്കളൊന്നുമില്ല. പോലീസ് നാട്ടുകാരുടെ നേർക്കായി. കള്ളനാണെന്ന് നിങ്ങൾ എങ്ങനെ തീരുമാനിക്കും? നാട്ടിൽ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും മോഷണം പോയിട്ടുണ്ടോ? പോലീസിന് സ്ഥിതിഗതികൾ അത്ര ശരിയല്ലെന്ന് അതിവേഗം മനസ്സിലായി. നാട്ടിൽ ഒരു മോഷണവും നടന്നിട്ടില്ല. അങ്ങനെയൊന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അയാളെ നാട്ടുകാർ തല്ലിച്ചതച്ചത്? അയാളുടെ അവസ്ഥ അത്ര ശരിയല്ല. നാട്ടുകാർക്കാണേൽ മറുപടിയുമില്ല. പോലീസിന് കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമായി. ഉച്ചയ്ക്ക് 1 മണിയോടെ ആരംഭിച്ച സദാചാര വിചാരണയാണ്. അപ്പോൾ സമയം 4 മണി. കുറഞ്ഞത് 2 മണിക്കൂറിലേറെ നീണ്ട പീഡനം നടന്നിരിക്കുന്നു. പോലീസ് വേഗം ആംബുലൻസ് വിളിച്ചു. നാട്ടുകാരിൽ ചിലർ ആംബുലൻസിലൊപ്പം കയറി. വേദന കൊണ്ടൊന്ന് കിടക്കാൻ പോലുമാകാതെ ആ മനുഷ്യൻ ആംബുലൻസിലും പുളഞ്ഞുകൊണ്ടേയിരുന്നു. അട്ടപ്പള്ളം അത്ര എളുപ്പം മലയാളിക്ക് മറക്കാൻ കഴിയാത്ത ഇടമാണ്. അവിടെ നിന്നും അത്ര ദൂരെയല്ല 2 കുഞ്ഞുമക്കൾ പിടഞ്ഞവസാനിച്ചത്. കടുത്ത പീഡനത്തിനിരയായി ജീവൻ നഷ്ടപ്പെട്ട വാളയാർ പെൺകുട്ടികളുടെ നാട്. അവർ മാത്രമല്ല, മലയാളി മറക്കാത്ത മധുവും ആ ദയനീയമായ രൂപവും മായും മുമ്പേ ഇതാ മറ്റൊന്നുകൂടി. പോലീസ് ഇൻസ്പെക്ടർക്ക് ഓരോ നിമിഷവും വിഷയത്തിന്റെ ഗൗരവം കൂടുതൽ തെളിഞ്ഞു. മധുവിന്റെ ജീവൻ ഇത്തരം മനോരോഗികളായ മലയാളികൾക്ക് ഒരു പാഠമാകുമെന്ന് കരുതി. ഇനി ഇത്തരം വാർത്തകൾ ഉണ്ടാകരുത് എന്ന് പ്രതിജ്ഞയെടുത്ത മലയാളികളാണ്. പക്ഷേ ഉള്ളിലടങ്ങിക്കിടക്കുന്ന മനോവൈകൃതത്തിന്റെ ആൾക്കൂട്ട സൈക്കോളജി പ്രതിസന്ധിയിൽ നിന്ന് ചിലരെങ്കിലും മുക്തരായില്ല എന്നതാണ് സത്യം. മധുവിൽ നിന്ന് അധികം ദൂരെയല്ലാതെ വാളയാർ പെൺകുട്ടികളുടെ വളരെ അടുത്ത് ഇതാ മറ്റൊന്നുകൂടി. ആ ആംബുലൻസിൽ അപ്പോഴേക്കും മരണത്തോട് മല്ലടിക്കാൻ തുടങ്ങിയിരുന്നു ആ മനുഷ്യൻ. ചുറ്റുമുള്ളതൊന്നും വിശ്വസിക്കാൻ അയാൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. ആംബുലൻസിൽ തന്നെ എങ്ങോട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്? അവശേഷിക്കുന്ന ജീവൻ കൂടി എടുക്കാൻ വേണ്ടിയാണോ? പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കാണ് ആംബുലൻസ് ചീറിപ്പാഞ്ഞെത്തിയത്. പക്ഷേ അയാൾക്കതറിയില്ല. വേദന കൊണ്ട് ആ മനുഷ്യൻ പുളയുകയായിരുന്നു. ജീവന് വേണ്ടി അവസാന പോരാട്ടം. എന്നിട്ടും ആ പാവം ആംബുലൻസിൽ നിന്നിറങ്ങാൻ മടിച്ചു. ദുഷ്ടരായ മനുഷ്യരുടെ കൈത്തരിപ്പ് മാറിയിട്ടില്ലായിരിക്കും. ആ ക്രൂരത തുടരാൻ തന്നെ എവിടേക്കോ കൊണ്ടുവന്നിരിക്കുകയാണ്. അയാൾ വീണ്ടും തന്റെ ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞു ദുർബലമായി പ്രതിരോധിച്ചുകൊണ്ടേയിരുന്നു. സമയം വൈകിട്ട് 5 മണി. പാലക്കാട് മൈതാനത്തെ 5 വിളക്ക് പ്രകാശിക്കാൻ തുടങ്ങിയിട്ടില്ല. തൊട്ടടുത്ത ജില്ലാ ആശുപത്രി അത്യാഹിത വിഭാഗത്തിന് മുന്നിലെത്തിയ ആ ആംബുലൻസിൽ നിന്ന് അയാൾ പുറത്തേക്കിറങ്ങിയില്ല. പോലീസുകാരും ആശുപത്രി ജീവനക്കാരും പിടിച്ചിറക്കാൻ നോക്കുന്നുണ്ട്. അയാൾ സ്വന്തം ഭാഷയിൽ വേദന കൊണ്ട് പുളഞ്ഞെന്തോ പുലമ്പിക്കൊണ്ടേയിരുന്നു. തന്നെ ഉപദ്രവിക്കരുത് എന്ന് അപേക്ഷിക്കുകയായിരുന്നു. ഒരു വിധമാണ് ആശുപത്രി ജീവനക്കാർ ആ മനുഷ്യനെ അവിടെ ഇറക്കിയത്. ദുർബലമായ ശബ്ദത്തിൽ അയാൾ ആശുപത്രി ജീവനക്കാരോട് എന്തൊക്കെയോ പറഞ്ഞു തുടങ്ങി. തന്നെ അവിടെ ഒരു സംഘം ആളുകൾ കള്ളനെന്നാരോപിച്ചു മർദ്ദിച്ചു. തന്റെ സ്വദേശം ബംഗ്ലാദേശ് അല്ല എന്നൊക്കെ അയാൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. കേരളത്തിലെ ഹിന്ദി സംസാരിക്കുന്ന ഭയ്യമാരുടെ മുറി മലയാളം പോലും ആ മനുഷ്യൻ അറിയില്ല. കാരണം രാംനാരായണൻ ബഗേൽ എന്ന ആ മനുഷ്യൻ പാലക്കാട് എത്തിയിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. കഞ്ചിക്കോട്ട് ജോലി തേടി വന്നതാണ്. സ്ഥലം തെറ്റിമാറി അല്പം ദൂരെയുള്ള അട്ടപ്പള്ളത്തെത്തി. അയാൾ പറയുന്നതൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല. മറ്റുള്ളവർ പറയുന്നത് അയാൾക്കും മനസ്സിലാകുന്നില്ല. അയാളുടെ മനസ്സിനും ശരീരത്തിനും പരിക്കേറ്റിരിക്കുന്നു. ദേഹത്താകെ മുറിവുകളാണ്. വായിൽ നിന്നും ചോര വരുന്നുണ്ട്. അത് വീണു പരിക്കേറ്റതല്ലെന്ന് ഡോക്ടേഴ്സിന് അതിവേഗം മനസ്സിലായി.
ചോദ്യങ്ങൾക്ക് വിറച്ചാണ് മറുപടി. ഉത്തരം പറയുന്നതിനിടയിൽ പലതവണ ബോധം മറഞ്ഞു. സ്ഥിതി ഗുരുതരമെന്ന് റിപ്പോർട്ട് എഴുതിയ ഡോക്ടർ അയാളെ ഐസിയുവിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. മർദ്ദനം അതിമാരകമായിരിക്കാനാണ് സാധ്യത. പ്രാഥമിക പരിശോധന നടത്തി ഡോക്ടർ സുബിൻ ഫ്രാൻസിസ് ഉറപ്പു പറഞ്ഞു. കാര്യമായ അടിയേറ്റിട്ടുണ്ട്. സ്ഥിതി അല്പം ഗുരുതരമാണ്. 1, 2, 3 ആളെന്ന് കരുതാൻ വയ്യ. അതൊരു മാസ് അറ്റാക്കാണ്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ പോലീസിനോട് വ്യക്തമായി തന്നെ പറഞ്ഞു. ഡോക്ടർ പറയുന്നതിന് മുൻപ് തന്നെ പോലീസിന് കാര്യങ്ങൾ വ്യക്തമായിരുന്നു. അതൊരു മോബ് ലിഞ്ചിങ് ആയിരുന്നു. ക്രിമിനൽ കൂട്ടത്തിന്റെ മർദ്ദനമെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ അതിനോടകം വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി പോലീസിന് ലഭിച്ചു. ആ ദൃശ്യങ്ങൾ പകർത്തിയതും ആ കുറ്റവാളിക്കൂട്ടം തന്നെ. ഇവർ തന്നെ ഇത് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും മറ്റും പ്രചരിപ്പിച്ചു. ബംഗ്ലാദേശിയായ കള്ളനെ പിടികൂടി എന്ന തരത്തിലാണ് ഈ വീഡിയോ ക്ലിപ്പുകൾ ആദ്യം പ്രചരിച്ചത്. ബംഗ്ലാദേശ് സ്വദേശി എന്ന പ്രയോഗത്തിലെ വെറുപ്പ് ആ സന്ദേശങ്ങളിൽ വ്യക്തം. കൈകൾ വരിഞ്ഞു കെട്ടിയ മധു ഇന്നും കൊളുത്തിവലിക്കുന്നൊരു വേദനയാണ്. അനുകമ്പയുള്ള മനുഷ്യരാണെന്ന നാട്യമേയുള്ളൂ നമുക്ക്. വിശക്കുന്നവനെ കള്ളൻ എന്ന് മുദ്രകുത്തി തല്ലിക്കൊല്ലുന്ന ഭ്രാന്തുണ്ട് എന്ന് നാം തിരിച്ചറിയുന്നില്ല. രാംനാരായണൻ ഭാഗേലിനും മധുവിനുമിടയിൽ അകലം ഒട്ടുമില്ല. ആ ദൃശ്യങ്ങൾ തന്നെ സത്യം പറയുന്നുണ്ടായിരുന്നു. അട്ടപ്പള്ളത്തെ കവലയിലിരുന്ന് രാംനാരായണൻ ആൾക്കൂട്ടത്തോട് തന്റെ ഭാഗം പറയാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ അവരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായില്ല അതൊന്നും. അവർക്കറിയേണ്ട ഉത്തരങ്ങൾ അയാളിൽ നിന്ന് വന്നില്ല എന്നതാണ് കൂടുതൽ ശരി. അവർക്ക് ആ ആൾക്കൂട്ടത്തിന് അറിയാം സത്യം. എങ്കിലും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ആവർത്തിച്ച് കണ്ണില്ലാതെ അവർ തല്ലിക്കൊണ്ടേയിരുന്നു. അബ്ബ ബംഗ്ലാദേശി ഡിസംബർ 17 തല്ലുകൊണ്ട് തളർന്ന ആ മനുഷ്യരൂപം നിലത്തിരിക്കുകയാണ്. പരിഹാസച്ചിരിക്കൊപ്പം അവർ ആ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരുന്നു. ആ നിസ്സഹായത, ദയനീയത, ജീവനു വേണ്ടിയുള്ള നിശബ്ദ നിലവിളി. ചോദ്യങ്ങൾ ചിലപ്പോൾ ഗർജനം, ചിലപ്പോൾ പരിഹാസം. മർദ്ദനമേറ്റ ആൾ കുഴഞ്ഞു വീഴുന്നതും പ്രതികൾ അയാളെ പരിഹസിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും ഈ വീഡിയോകളിൽ വ്യക്തം. ഘർ കിധർ ഹേ, തുമാരാ ഘർ കിധർ ഹേ? മുറി ഹിന്ദി ചോദ്യത്തിന് റാം അയാളുടെ ഭാഷയിൽ മറുപടി പറഞ്ഞു. മറുപടി തൃപ്തിയായില്ല. വീണ്ടും തല്ലി. പിന്നെയും ചോദ്യങ്ങളേറി. നീ ബംഗ്ലാദേശിയല്ലേ? ചോദ്യത്തിൽ നിഷ്കളങ്കതയില്ല. സംശയിക്കണ്ട, അവർക്ക് അയാളുടെ പേരല്ല അറിയേണ്ടത്, പ്രദേശം പേറുന്ന മതം അറിയണം. ഇത് കേരളമാണ്. കേരളത്തിലെ ഒരു കവലയിൽ ഒരു മനുഷ്യനെ തടഞ്ഞുവെച്ച് ചിലർ ചോദ്യത്തിലൂടെ മതം തിരയുകയാണ്. എല്ലാ കളവിനും എല്ലാ വിശപ്പിനും ചിലർക്ക് ചില ചാർത്തുകളുണ്ട്. സാമൂഹിക ഉത്തരവാദിത്വം എന്ന പേരിൽ അവർക്കാവശ്യമുള്ള നിറം പകരുന്നുണ്ട് എല്ലാറ്റിലും. സമയം രാത്രി 7:40. വാളയാർ പോലീസ് സ്റ്റേഷൻ. പോലീസിന് ആശുപത്രിയിൽ നിന്ന് ആ അറിയിപ്പ് ഔദ്യോഗികമായി എത്തി. ആൾക്കൂട്ട മർദ്ദനത്തിൽ പരിക്കേറ്റ ആ മനുഷ്യൻ മരിച്ചിരിക്കുന്നു. ക്രിമിനൽ കുറ്റവാളിക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായൺ ബഗേൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. രാംനാരായൺ ബഗേൽ ഛത്തീസ്ഗഡ് സ്വദേശി, വയസ്സ് 40. മരിച്ചയാളുടെ പേരോ വിലാസമോ അപ്പോൾ ആർക്കും അറിയില്ല. പക്ഷേ പോക്കറ്റിൽ നിന്ന് ഒരു ഫോൺ ലഭിച്ചു. ശശികാന്ത് ബഗേലിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞത് ആ ഫോണിലൂടെയാണ്. സംഭവ ദിവസം രാവിലെ രാംനാരായണനൊപ്പം ശശികാന്ത് ഉണ്ടായിരുന്നു. രാംനാരായണന്റെ പക്കൽ നിന്ന് ലഭിച്ച ഫോണിന്റെ കോൾ രേഖകൾ എടുത്തു. CDR പരിശോധിച്ചപ്പോൾ മരിച്ചയാൾ അവസാനമായി സംസാരിച്ചവരിലും നിരന്തരം ബന്ധപ്പെട്ടവരിലും ശശികാന്ത് ഉണ്ട്. ശശികാന്താണ് മരിച്ച മനുഷ്യന്റെ പേരും വിവരങ്ങളും
പോലീസിന് നൽകുന്നത്. റാം നാരായൺ ബഗേൽ, ഛത്തീസ്ഗഡ് സ്വദേശി, വയസ്സ് 40. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. വിവരമറിഞ്ഞ ചില ഇതര സംസ്ഥാന തൊഴിലാളികൾ അപ്പോഴേക്കും ആശുപത്രി പരിസരത്തെത്തി. ചിലർക്ക് രാംനാരായണനെ അറിയാം. ശശികാന്തും സ്ഥലത്തെത്തി. ബന്ധുക്കളെ വിവരമറിയിച്ചു. അവൻ ആരെയും ഒന്നും ചെയ്യുന്ന ആളല്ല, മോഷ്ടാവല്ല, ബംഗ്ലാദേശ് സ്വദേശിയുമല്ല. സുഹൃത്തുക്കൾ ഉറപ്പിച്ചു പറഞ്ഞു. നാട്ടിൽ അയാൾ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നുപോവുകയായിരുന്നു. ആഘാതമേറ്റ മനസ്സുമായാണ് അയാൾ കേരളത്തിലെത്തിയത്. ശ്രദ്ധ തിരിച്ച് നാട്ടിലെ അന്തരീക്ഷത്തിൽ നിന്നകറ്റി അയാളുടെ മനസ്സൊന്ന് ശാന്തമാക്കാനാണ് കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. അതിനിടെയാണ് റാം നാരായൺ ബഗേലിനെ രാവിലെ മുതൽ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കാണാതായത്. ഡിസംബർ 12 പാലക്കാട് ഉലവക്കോട് റെയിൽവേ സ്റ്റേഷൻ. ഛത്തീസ്ഗഡിൽ നിന്ന് സുഹൃത്തുക്കൾക്കൊപ്പമാണ് റാം നാരായൺ എത്തിയത്. ട്രെയിൻ ഇറങ്ങി നേരെ പോയത് കഞ്ചിക്കോട്ടേക്കാണ്. തന്റെ ഗ്രാമത്തിലെ സുഹൃത്തുക്കൾക്ക് പലർക്കും അവിടെയാണ് ജോലി. പാതി തളർന്ന മനസ്സുമായാണ് റാം കേരളത്തിലേക്ക് എത്തിയത്. തീവണ്ടി കയറിയത് കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി. ആൾക്കൂട്ടം മർദ്ദിച്ചു കൊലപ്പെടുത്തിയ രാംനാരായൺ ബാഗലിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്നതാണ്. പോലീസ് സർജൻ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ അത് കുറിച്ചതോടെയാണ് ആ വന്യത കേരളം തിരിച്ചറിഞ്ഞത്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഹിതേഷ് ശങ്കർ എന്ന സർജൻ തകർന്ന മനസ്സുമായാണ് ആ കുറിപ്പ് പങ്കുവച്ചത്. റാം നാരായൺ ബഗേലിന്റെ ശരീരത്തിൽ ഇനി അടിയേൽക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. തല മുതൽ കാൽപാദം വരെ ക്രൂരമായ പരിക്കുകൾ ഉണ്ടായിരുന്നു. തലക്കേറ്റ ഗുരുതരമായ പരിക്ക്, വാരിയെല്ലുകൾ പൊട്ടിയുണ്ടായ രക്തസ്രാവം, ശ്വാസകോശത്തിലേക്ക് രക്തം നിറഞ്ഞു കട്ടിപിടിച്ചത് തുടങ്ങി ആ ശരീരത്തിലെ ഓരോ മുറിവും, അയാൾക്കേറ്റ ഓരോ പ്രഹരവും മരണകാരണമായി ഹിതേഷ് ശങ്കർ എന്ന സർജൻ വിലയിരുത്തി. തലച്ചോറിനും ആന്തരിക അവയവങ്ങൾക്കും വലിയ രീതിയിലുള്ള തകരാറുകൾ സംഭവിച്ചിരുന്നു. ഇരുവശത്തെയും വാരിയെല്ല് ഒടിഞ്ഞിരുന്നു. മരണത്തിന് തൊട്ടു മുൻപ് എക്സ്റേ എടുത്തിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് മുന്നോടിയായി ശരീരപരിശോധനയും നടത്തി. റാം നാരായണന്റെ ശരീരത്തിൽ തല മുതൽ കാൽപാദം വരെ 37-ലധികം മുറിവുകളാണ് കണ്ടെത്തിയത്. തലയിലുണ്ടായ കടുത്ത രക്തസ്രാവവും ശരീരത്തിലേറ്റ ഗുരുതരമായ പരിക്കുകളുമാണ് മരണത്തിന് കാരണമായത്. കട്ടിയുള്ള ബലമുള്ള വടികൾ ഉപയോഗിച്ച് ശരീരത്തിന്റെ പുറംഭാഗം അടിച്ചൊടിച്ചു. ആളെ നിലത്തിട്ട് ചവിട്ടി അരിശം തീരാതെ വലിച്ചിഴയ്ക്കുകയും ചെയ്തു. അടയാളങ്ങൾ ശരീരത്തിലുടനീളമുണ്ട്. മുഖത്തും നെഞ്ചിലും നെഞ്ചിനു പുറകിലും ക്രൂരമായി ചവിട്ടിയതായും എക്സ്റേ ഫലങ്ങൾ വ്യക്തമാക്കുന്നു. വാരിയെല്ലുകൾ ഒടിയുകയും നട്ടെല്ലിന് ക്ഷതമേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പൈശാചികമായ വേട്ടക്കിരയായി ആ മനുഷ്യൻ. ആൾക്കൂട്ടം എന്നത് സുരക്ഷിതമായൊരു ഒളിമടയല്ല. അവർ കള്ളനെ പിടിച്ച മിടുക്കരുമല്ല, ആളിനെ തല്ലിക്കൊന്ന കൊലയാളികളാണ്. മരണം ഉറപ്പായപ്പോൾ തന്നെ പോലീസ് നടപടികൾ അപ്പാടെ മാറി. മർദ്ദനം കൊലപാതകമായതിന്റെ ഗൗരവം. കിഴക്കേ അട്ടപ്പള്ളം ഭാഗത്തെ സംഭവസ്ഥലം സീൻ ഗാർഡ് ചെയ്തു. കേസ് BNS 103/1 ചുമത്തി ക്രൈം നമ്പർ 975/2025 രജിസ്റ്റർ ചെയ്തു. അതിനോടകം ശേഖരിച്ച വീഡിയോയിൽ പതിഞ്ഞ മുഖങ്ങൾ, അന്വേഷണത്തിൽ തെളിഞ്ഞ പേരുകൾ, പ്രതികളെ ലൊക്കേറ്റ് ചെയ്യാൻ പോലീസിന് അധികം സമയം വേണ്ടി വന്നില്ല. കേസിൽ ഏതാണ്ട് 15 പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ആദ്യ റിപ്പോർട്ട്. നിലവിൽ ആകെ 5 അറസ്റ്റുകൾ. ഡിസംബർ 18, 2025
വാളയാർ പോലീസ് സ്റ്റേഷൻ ഉച്ചയ്ക്ക് 12:30. അനു, മുരളി, പ്രസാദ് എന്നിവർ ഉച്ചയ്ക്ക് 12:30 സ്റ്റേഷനിൽ ഹാജരായി. പ്രചരിക്കുന്ന വീഡിയോയിൽ മുഖമുള്ളവർ, അന്വേഷണത്തിൽ തെളിഞ്ഞ ലിസ്റ്റിൽ പേരുള്ളവർ, സ്ഥലത്തെ RSS BJP പ്രവർത്തകർ, സ്വമേധയാ അവർ സ്റ്റേഷനിലെത്തി. ഡിസംബർ 18, 2025 വൈകിട്ട് 6:30 രാംനാരായണനെ വയറ്റിൽ കാലുകൊണ്ട് ചവിട്ടി പരിക്കേൽപ്പിച്ച ആനന്ദന്റെ വീട്ടിൽ പോലീസ് എത്തി. എതിർപ്പില്ലാതെ പോലീസിനൊപ്പം ആനന്ദൻ ഇറങ്ങി. CITU തൊഴിലാളി. വൈകാതെ അയാളെയും കസ്റ്റഡിയിലെടുത്ത സ്റ്റേഷനിലെത്തിച്ചു. ഡിസംബർ 18, 2025 രാത്രി 9:30 രാംനാരായൺ നിൽക്കുമ്പോൾ തലയിൽ കൈകൊണ്ട് ആഞ്ഞു മർദ്ദിക്കുന്ന വീഡിയോ ദൃശ്യം. മർദ്ദിക്കുന്നത് വിപിൻ, RSS BJP പ്രവർത്തകനാണ്. വിപിന്റെ വീട്ടിലെത്തിയാണ് പോലീസ് അയാളെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ എത്തിച്ചത്. ഡിസംബർ 18, 2025 വാളയാർ പോലീസ് സ്റ്റേഷൻ രാത്രി 10:30. കേസിലെ ആദ്യ 5 പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടികൾ പൂർത്തിയായി. വിശദമായ ചോദ്യം ചെയ്യൽ തന്നെ നടന്നു. ഒന്നാം പ്രതി അനു, 38 വയസ്സ്, കല്ലങ്കാട് ഹൗസ്, അട്ടപ്പള്ളം. രണ്ടാം പ്രതി പ്രസാദ്, 34 വയസ്സ്, മഹാളിക്കാട്, അട്ടപ്പള്ളം. മൂന്നാം പ്രതി മുരളി, 38 വയസ്സ്, മഹാളിക്കാട്, അട്ടപ്പള്ളം. നാലാം പ്രതി ആനന്ദൻ, 55 വയസ്സ്, കിഴക്കേ അട്ടപ്പള്ളം. അഞ്ചാം പ്രതി വിപിൻ, 30 വയസ്സ്, വിനീത നിവാസ്, അട്ടപ്പള്ളം. ഈ ആക്രമിക്കൂട്ടത്തിൽ സ്ത്രീകളുമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. രാഷ്ട്രീയ സംഘടനകളിലൊക്കെ സജീവമായവരുമുണ്ട്. പ്രതികൾ ഇനിയുമുണ്ട്. ആൾക്കൂട്ടമെന്ന കവചത്തിൽ ഒളിച്ചിരിക്കാൻ ആർക്കും ധൈര്യമുണ്ടാകരുത്. അവർ 10 അല്ല 100 പേരായാലും നിയമം വെറുതെ വിടരുത്. ആൾക്കൂട്ടമെന്നത് ഒരു ന്യായമല്ല. കൂട്ടത്തിന്റെ നീതി നീതിയുമല്ല. മധുവിന്റെ മുഖം മായുന്നില്ല. നീറുന്ന ദയനീയമായ ചിത്രത്തിലേക്ക് കൂടിച്ചേരുകയാണ് രാംനാരായണും. നീതി നൽകണം. മനസ്സിൽ അവശേഷിക്കുന്ന മറ്റൊരു ദയനീയ ചിത്രം 2 കുഞ്ഞുങ്ങളുടേതാണ്. 8 വയസ്സുകാരൻ അനൂജും അവൻ്റെ 10 വയസ്സുകാരനായ ജ്യേഷ്ഠൻ ആകാശും. അറിയാത്ത ഭാഷയ്ക്ക് നടുവിൽ അച്ഛൻ്റെ മൃതദേഹം കാത്തു നിൽക്കുന്ന മക്കൾ. രാംനാരായൺ ബാഗലിൻ്റെ പൊന്നോമനകൾ. കേരളത്തെയും മലയാളത്തെയും അവർ മനസ്സിലിട്ട് വളർത്തും. എത്ര നമ്മൾ പറഞ്ഞാലും അവർക്കിത് ദൈവത്തിൻ്റെ സ്വന്തം നാടാവില്ല ഒരിക്കലും. അവരുടെ സ്വപ്നങ്ങളിൽ ഇനിയെന്നും തങ്ങളുടെ ജീവിതം കവർന്ന കൊലയാളിക്കൂട്ടത്തിൻ്റെ രൂപങ്ങളാകും. കേരളം ആ നരാധമന്മാരുടെ നാടും. ഗുഡ് ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.